ദിവസത്തെ ആയുസ് കൂടിയേ ഉള്ളൂ. മോളെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല കേട്ടോ. എന്തോ കള്ളം പറയുന്ന ശീലം എനിക്കില്ല. തല പോയാലും ഇനി ഞാൻ പറയുകയില്ല. അതാ കേട്ട കാര്യം അതുപോലെ വന്ന് പറഞ്ഞത്. എന്നാ ഞാൻ പോട്ടെ. കനിമൊഴി, നിനക്കെന്താ സംഭവിച്ചത്? നീ എന്തിനാ ഇങ്ങനെ കരയുന്നത്? എണീക്ക്. എന്റെ മുത്തശ്ശി ഏതാനും നാൾക്കകം മരിച്ചു പോവുമല്ലേ. ചേച്ചി എന്നോട് കള്ളം പറഞ്ഞു. പൂങ്കുടിയും വസുമതി ചേച്ചിയും ഒക്കെ കള്ളം പറഞ്ഞു. ഞാൻ വരുന്ന വഴിക്ക് വളർമതി ചേച്ചിയെ കണ്ടു. മേൽശാന്തി പറഞ്ഞ സത്യം വളർമതി ചേച്ചി എന്നോട് പറഞ്ഞു. മുത്തശ്ശി മരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന്. മുത്തശ്ശി മോളെ, വെറുതെ കരഞ്ഞു വിളിച്ച് വള്ളിയമ്മയുടെ മനസ്സിളക്കരുത്. വള്ളിയമ്മയുടെ അവസ്ഥ ഓർത്ത് നീ അനുഭവിക്കുന്നതിനേക്കാൾ ദുഃഖം ഞങ്ങളൊക്കെ അനുഭവിക്കുന്നുണ്ട് മോളെ. വള്ളിയമ്മയ്ക്ക് സമാധാനമായി ഉറങ്ങാനുള്ള സാഹചര്യം നമ്മളായിട്ട് ഇല്ലാതാക്കാൻ പാടില്ല. വള്ളിയമ്മയുടെ സാരോപദേശം കേട്ട് വളർന്ന പേരക്കുട്ടിക്ക് നിയന്ത്രണം വിട്ട പെരുമാറ്റമൊന്നും പാടില്ല. വള്ളിയമ്മയ്ക്ക് ഇനി ഏതാനും നാളുകളെ ഉള്ളൂ എന്ന് പറഞ്ഞ മേൽശാന്തി മറ്റൊന്നുകൂടി പറഞ്ഞു. തൃക്കടയൂരപ്പൻ വിചാരിച്ചാൽ വള്ളിയമ്മയ്ക്ക് എത്രയോ വർഷത്തെ ആയുസ് നീളുന്ന അത്ഭുതം സംഭവിക്കാം. ആ അത്ഭുതം പ്രതീക്ഷിക്കുകയാണ് മീനാക്ഷി. ആ അത്ഭുതം നടക്കണമെങ്കിൽ ഉള്ളഴിഞ്ഞ കൂട്ടുപ്രാർത്ഥന തന്നെ നടക്കണം. നമുക്കെല്ലാവർക്കും കൂടി വള്ളിയമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നീ സമാധാനമായിരിക്കും.
മഹാരാജന്റെ എഴുന്നള്ളിപ്പുണ്ടാകുമെന്ന് അറിയിപ്പ് കിട്ടിയിരിക്കുന്നു. എന്താണാവോ വിശേഷിച്ച്? മഹാരാജൻ വിശേഷപ്പെട്ട രത്നഹാരം നിർമ്മിച്ചിരിക്കുന്നു. അത് ഭഗവാന് സമർപ്പിക്കാൻ വേണ്ടിയാണ് എഴുന്നള്ളുന്നത്. സ്വീകരിക്കാൻ തയ്യാറായി നിൽക്കണം. അതെ, ഭഗവാനൊരു രത്നഹാരഭൂഷണം കൂടിയായല്ലോ. ശംഭോ മഹാദേവ. രത്നഹാരം എങ്ങനെയുണ്ട് കരികാലൻ? അടിയൻ അത് പിന്നെ തൃക്കടയൂരപ്പദാസനായ അങ്ങ് മനസ്സ് നിറഞ്ഞ് സമർപ്പിക്കുന്ന ഹാരമല്ലേ? അതിമനോഹരമായിരിക്കുന്നു. കൈലാസത്തോളം പ്രസരിക്കുന്ന ഹാരത്തിന്റെ പ്രഭാപൂരം അതീവ ശ്രേഷ്ഠം തന്നെ മഹാരാജൻ. ഇതാ, ഇത് ഏറ്റുവാങ്ങിക്കൊള്ളൂ. ഭഗവാന്റെ പ്രതിഷ്ഠാ വാർഷികം, ജന്മദിനം, പക്കനാള്, ശിവരാത്രി തുടങ്ങിയ വിശേഷ ദിവസങ്ങളിൽ ഈ ഹാരം വിഗ്രഹത്തിൽ ചാർത്തി പൂജ നടത്തിയിരിക്കണം. പൂജ കഴിഞ്ഞാൽ ഹാരമൂരി മേലധികാരിയെ ഏൽപ്പിച്ചിരിക്കണം. കൽപ്പന പോലെ. ഹാരം ഭദ്രമായി സൂക്ഷിക്കേണ്ട ചുമതല മേലധികാരിക്കാണ്. അവിടത്തെ അഭീഷ്ടം പോലെ. കൈലാസനാഥ, കൈലാസപതേ, ഭാഗ്യമാം ഭാഗ്യമാം ഭാഗ്യമാം.
പൂങ്കുടി, വള്ളിയമ്മയുടെ ആയുസ് നീട്ടിക്കിട്ടി അത്ഭുതം സംഭവിക്കാനാണല്ലോ ചേച്ചിയും അമ്മയും ഒക്കെ ശിവപഞ്ചാക്ഷരി ഉരുവിടുന്നത്. എന്റെ പങ്ക് ഞാനും നിർവഹിക്കണ്ടേ? ഞാൻ തൃക്കടയൂരപ്പന്റെ മുന്നിൽ പോയി പ്രാർത്ഥിക്കാൻ പോവുക. അകലെ നിന്ന് പ്രാർത്ഥിക്കുന്നതിനേക്കാൾ ശക്തി ഭഗവാന്റെ മുന്നിൽ നിന്ന് പ്രാർത്ഥിക്കുന്നതിനല്ലേ ചേച്ചി? എന്നൊന്നുമില്ല. എവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചാലും പ്രാർത്ഥന പ്രാർത്ഥന തന്നെയാ. എന്നാലും ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുമ്പോൾ തന്നെയാ മനസ്സിനൊരു ബലം കിട്ടുന്നത്. പുതിയ മേലധികാരി വലിയ കുഴപ്പക്കാരനാണ്. അയാളെ പേടിച്ചിട്ടാണ് മീനാക്ഷി പലപ്പോഴും ക്ഷേത്രദർശനം മുടക്കുന്നത്. നീയും അയാളുടെ കണ്ണിലെ കരടാണ്. അയാളുടെ കണ്ണി പെടാതെ വേണം ക്ഷേത്രദർശനം കഴിച്ചു വരാൻ. എനിക്ക് പേടിയൊന്നുമില്ലമ്മേ. മാർക്കണ്ഡേയന്റെ ആയുസ് നീട്ടിക്കൊടുക്കാൻ യമധർമ്മനെ ശ്രീപരമേശ്വര ഭഗവാൻ വധിച്ച കഥ മുത്തശ്ശി പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ. 16 വയസ്സായ മഹാശിവഭക്തനായ മാർക്കണ്ഡേയന്റെ സ്ഥാനത്ത് മഹാശിവഭക്തയായ വള്ളിമുത്തശ്ശിയാണ്. വള്ളിയമ്മ മുത്തശ്ശിയുടെ ആയുസ് നീട്ടിക്കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കാനാണ് ഞാൻ പോകുന്നത്. അങ്ങനെയുള്ള എന്നെ മേലധികാരി ഉപദ്രവിച്ച തൃക്കടയൂരപ്പൻ അയാൾക്ക് യമധർമ്മന്റെ അവസ്ഥ തന്നെ വരുത്തും. അല്ലേ ചേച്ചി? കൊള്ളാലു പൂങ്കുടി, മാർക്കണ്ഡേയന്റെ കഥ മനസ്സിലിടം പിടിച്ചപ്പോ നീ പല ഉപമകളും കണ്ടെത്തുകയാണല്ലോ. ബഹുമെടുക്കിയ നീ. നിന്റെ പ്രാർത്ഥന വളരെ ഫലവത്താകും. ചെല്ല്. മുത്തശ്ശിയുടെ കാര്യത്തിൽ കനിമൊഴിക്കുള്ളിടത്തോളം വിഷമം പൂങ്കുടിക്കുണ്ട്. കുടിക്ക്. ഭഗവാനെ കൈലാസനാഥ, വള്ളിമുത്തശ്ശിയുടെ അവസ്ഥ അങ്ങ് കാണുന്നില്ലേ? അസുഖം വളരെ കൂടുതലാ മുത്തശ്ശിക്ക്. അവർക്ക് ഈ നാട്ടിൽ അങ്ങല്ലാതെ മറ്റാരാണ് തുണയായിട്ടുള്ളത്? മുത്തശ്ശിയെ കൈവിടരുതേ ദേവ. ഞാൻ അങ്ങയുടെ കാല് പിടിച്ചപേക്ഷിക്കാം. എന്റെ പാവം വള്ളിമുത്തശ്ശിയെ രക്ഷിക്കണേ ഭഗവാനെ. എന്ത്? ക്ഷേത്രത്തെ കയറരുതെന്ന് അധികാരി വിലക്കിയിട്ടു വീണ്ടും വലിഞ്ഞു കയറി വന്നിരിക്കുന്നു. ഇപ്പൊ കാണിച്ചു തരാം. ഭഗവാനെ, അങ്ങേക്ക് ഇഷ്ടപ്പെട്ട പ്രസാദമായ ഭസ്മം വിൽക്കാനുള്ള ശേഷി എന്റെ മുത്തശ്ശിക്ക് നൽകണമേ. എന്റെ മുത്തശ്ശിക്ക് ആയുസ്സും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കണേ ഭഗവാനെ. ക്ഷേത്രത്തിൽ കയറാൻ പാടില്ലാത്ത കീഴാള പരീക്ഷ വീണ്ടും വന്നിരിക്കുന്നു. മേലധികാരിയുടെ കൽപ്പനയ്ക്ക് പുല്ലുവില പോലും കൽപ്പിക്കാത്ത അസത്തൻ. അങ്ങനെ എന്നെ ഒന്നും ചെയ്യില്ല. ഞാൻ പ്രാർത്ഥിക്കാനാ വന്നത്. അവളുടെ പ്രാർത്ഥനയും താമരപ്പൂവും. ഇവള് കള്ളം പറയുന്നത് അങ്ങുന്നേ. ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് വീണ്ടും ക്ഷേത്രത്തിൽ കയറാനുള്ള പരിപാടിയോ. ഇവള് വെറുതെ വിടരുത്.
നിൽക്കാനാ പറഞ്ഞേ. നിൽക്കാനാ പറഞ്ഞേ. നിൽക്കടി അവിടെ. നിൽക്കാനാ പറഞ്ഞേ. നിൽക്കാൻ. നിൽക്കടി അവിടെ. നിൽക്കാനാ പറഞ്ഞേ. ആശ്രീകരം. ആശ്രീകരം. അരുത്. എന്തായി കാണിക്കുന്നേ? ഈ കുട്ടിയെ തൊടാൻ പാടില്ല. ഓ ദേശാധി. എന്തൊരു ചൊറിച്ചല. അങ്ങനെ ചൊറിഞ്ഞിട്ട് വയ്യ. ചൊറിയണോ? ചൊറിഞ്ഞോണ്ട് നിൽക്കാതെ അടിക്കങ്ങനെ അങ്ങോട്ട്. പോകുന്നുണ്ടോ? അങ്ങനെ എന്താ? ചൊറിഞ്ഞിട്ട് വയ്യ. ചൊറിയണോ? എന്തൊരു ചൊറിച്ചല. അയ്യോ. അങ്ങനെ കുട്ടിയെ ക്ഷമിക്കണ്ട. അധികാരിക്ക് മഹാദേവൻ ശിക്ഷ കൊടുത്തു കഴിഞ്ഞു. വാ കുട്ടി വരൂ. ഇത്ര പെട്ടെന്ന് ചൊറിച്ചിലത് എവിടുന്ന് വന്ന്? ഞാൻ ചൊറിഞ്ഞു കൊടുക്കേണ്ടി വരുമോ? ഈ ഗുണാളനെ ഇത് എവിടെ പോയി കിടക്കുന്നു? എന്തായാലും അയാളോട് പറയാം. എന്തൊരു ചൊറിച്ചല. ചൊറിച്ച സഹിക്കാനാവുന്നില്ലല്ലോ. ഉള്ളകാലിൽ നിന്ന് ഉച്ച വരെ ചൊറിയ. നമ്മുടെ ആയുസ് എടുക്കാനുള്ള ചൊറിച്ചൽ തന്നെയാ. എന്താ അത് കുറച്ച് ചൂടുവെള്ളം. എന്തിനാ? അങ്ങുന്നിന് മുഴി ചൊറിച്ചിലല്ലേ? കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചാൽ ചൊറിച്ചിൽ മാറിയാലോ? എന്നിട്ട് വേണം നമ്മുടെ ദേഹം മുഴുവൻ നീറാൻ. കൊണ്ടുപോടോ. അങ്ങനെ എനിക്ക് ബലമായൊരു സംശയം. ആ അസത്ത് പെണ്ണ് അങ്ങൊന്നിന്റെ പുറത്ത് നായ്ക്കരണ പൊടി വിതറിയോ എന്ന്. അതെ, ഇത് നായ്ക്കരണപ്പൊടിയും മായപ്പൊടിയൊന്നുമല്ല. ഇത് അപനവും ചെയ്യുന്നതിന്റെ ഫലമാണ്. നിർത്താൻ. അയ്യോ, എന്തത്ര ഇളിക്കാൻ. വാനരന്റെ വാല് തേളു കുത്തിയാൽ കാട്ടുന്ന അതേ ഗോഷ്ടികൾ. അയ്യോ. അധികാരിയുടെ ദേഹത്ത് നായ്ക്കുരണപ്പൊടി വിതറിയെന്ന് സംശയം തോന്നിയെങ്കിൽ പക്ഷെ അത് പെങ്കൊച്ചല്ല, ഭഗവാനാ. ഭഗവാനും ആ, എട്ടും പൊട്ടും തിരിയാത്തൊരു കുട്ടി വന്ന് അതിന്റെ സങ്കടങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് നിന്നപ്പോ പുറകിൽ കൂടെ പതുങ്ങി വന്നതിനെ തല്ലിയ ക്രൂരത ഭഗവാൻ ഇഷ്ടപ്പെട്ട് കാണില്ല. പിന്നെ
പൂജകൾ കഴിയുന്നവരെ മേൽശാന്തിയെ ആരും സ്പർശിക്കാറില്ല, മേൽശാന്തിയും ആരെയും സ്പർശിക്കാറില്ല. അങ്ങനെയുള്ള നമ്മെ അധികാരി തള്ളിയെറിഞ്ഞില്ലേ? ആ കുറ്റവും കൂടെ പരിഗണിച്ച ഭഗവാൻ ഈ ചൊറിച്ചിൽ തന്നിരിക്കുന്നത്. ചൊറിഞ്ഞു, നല്ലപോലെ ചൊറിഞ്ഞു. കടന്ന് പോയിക്കൊള്ള. കൽപ്പന പോലെ ചൊറിഞ്ഞു, ചൊറിഞ്ഞു, ചൊറിഞ്ഞു. തിരുമേനി പറഞ്ഞതുപോലെ ദൈവകോപമായിരിക്കുമോ അങ്ങനെ? നോക്കി നിൽക്കാതെ ചൊറിഞ്ഞതാ അസത്ത്. അയ്യോ